തമാശയ്ക്ക് വേണ്ടി മാത്രം ഒരു സീക്വൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതെ അതെ. ലാസ്റ്റ് എഡിറ്റിൽ അത് കളയുകയും രാത്രി ഇങ്ങനെ 6 പേര് തമ്മിലുള്ള അങ്ങനത്തെ എന്തോ ഒരു ത്രെഡ് എനിക്ക് കിട്ടിയത് ബ്രില്യന്റ് ഗേൾ. കിട്ടിയില്ല. ഡ്രീം കാർ. കാറിലേക്ക് നമ്മൾ നിർത്തേണ്ട കാര്യമുണ്ടോ? വിയർഡസ്റ്റ് ഹാബിറ്റ്. നഖം കടിച്ചിട്ട് അത് സൂക്ഷിച്ചു വെക്കുക, അങ്ങനെ എന്തെങ്കിലും. മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ക്വസ്റ്റ്യൻ. ഇപ്പൊ പടമൊന്നുമില്ലേ? Yes, that is the most irritating question. ഫേവറേറ്റ് ബുക്ക്. വായിച്ചതിൽ ഏറ്റവും. മുത്തശ്ശിപ്പി. ഫസ്റ്റ് ക്രഷ്. First crush? I think Hrithik Roshan. Yeah. ഞാൻ ഒരുപാട് ശ്രമിക്കുകയാണ്. I'm a hard working person, so next time Rafi sir. അതും കൂടി മലയാളത്തിൽ പറ. ഐ എം എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. ഞാൻ കഠിനാധ്വാനിയായ ചെറുപ്പക്കാരിയാണ്. എന്താ? ഞാൻ കഠിനാധ്വാനിയായ ചെറുപ്പക്കാരിയാണ്. പിന്നെ ഞാൻ എങ്ങനെ മലയാളം എങ്ങനെ ഞാൻ പഠിക്കുന്നില്ല. എന്റെ മലയാളവും കുറച്ച് അങ്ങനെ ആയിട്ടുണ്ട്. ഇതിനകത്ത് സ്നേഹ ചേച്ചി ഒരു പ്രഗ്നന്റ് വുമൺ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലേ ഞാനാണ് ഉത്തരവാദി. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ എവ്രിവൺ, മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കം പക്കം വിത്ത് മെഹർ ഫാത്തിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ടീം താനാര. വിഷ്ണു ചേട്ടൻ, ദീപ്തി ചേച്ചി ആൻഡ് റാഫി സർ. നമസ്കാരം. നമസ്കാരം. അപ്പൊ നിങ്ങളിപ്പോ എന്നെ കാണുമ്പോൾ വിചാരിക്കണ്ടാവൂലേ താൻ ആരാന്ന്? ഞാൻ മൈൽസ്റ്റോണിലെ പുതിയ ആങ്കറാണ്. എന്റെ പേര് മെഹർ എന്നാണ്. ഷോയുടെ പേരെന്താ പറഞ്ഞ? ചക്കം പക്കം. ചക്കം പക്കം. ചക്കം കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും പക്കം കുറച്ച് ടാസ്കുകളാണ്. പക്ഷെ ഇപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ താനാരയാണല്ലോ. അപ്പൊ താനാരയെ പറ്റി അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞു തരണം. എന്താണ് ആ പേര് കൊണ്ട് എന്താണ് താനാര? ആക്ച്വലി നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജ് ആണല്ലോ. നമ്മൾ ചോദിക്കലേ താനാര, അങ്ങനെയൊക്കെ സംഭവം. അപ്പം എന്താണ് താനാര? പറഞ്ഞ അത് തന്നെയാണ് താനാര. കൊളോക്കലി ചോദിക്കണ താനാരാ. നമ്മുടെ പോസ്റ്ററിൽ കാണുന്ന ആ ക്യാരക്ടേഴ്സ് എല്ലാവരും പരസ്പരം ഉള്ളില് ചോദിക്കുന്ന ചോദ്യമാണ് ആക്ച്വലി താനാരാ എന്നുള്ളത്. അതെന്താന്ന് ക്ലാരിറ്റി ആവണടുത്ത് പടം അവസാനിക്കും. അല്ലേ സാർ? അങ്ങനെ ഒരു ഡയമെൻഷൻ ഇല്ല ഇനി. ഇപ്പൊ കിട്ടി. ഇപ്പൊ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം ആർക്കും അങ്ങനെ വലിയ ധാരണ ഇല്ലേ എന്താ സംഭവം? അല്ല, അപ്പൊ അത് തന്നെ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഓരോ ആളുകളെയും വേറെ ആളായിട്ടാണ് കാണുന്നത്. ആണോ? അപ്പൊ ശരിക്കുള്ളത് ആരാണ്? ഹു ആർ യു എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ട്. അതാണ്. അപ്പൊ എനിക്ക് ട്രെയിലറൊക്കെ കണ്ടപ്പോ ഒരു രാത്രി ഇങ്ങനെ 6 പേര് തമ്മിലുള്ള അങ്ങനത്തെ എന്തോ ഒരു ത്രെഡ് എനിക്ക് കിട്ടിയത്. ബ്രില്യന്റ് ഗേൾ. കിട്ടിയില്ല. ഒറ്റ രാത്രി നടക്കുന്ന ഒരു കഥയാണ്, സംഭവമാണ്. അപ്പൊ ഇതിനകത്ത് വേറെ കാസ്റ്റ് അജിത് ചേട്ടനുണ്ട്, ഷൈൻ ചേട്ടനുണ്ട്, ചിന്നു ചന്നി ഉണ്ട്, സ്നേഹ ബാബു ഉണ്ട്. അപ്പൊ ആരൊക്കെയാ പേഴ്സ്? അതല്ല ചോദിച്ചത്. താൻ ആരാന്നുള്ള ചോദ്യം എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്നത്. ആരൊക്കെയാണെന്ന് പരസ്പരം അറിയില്ല. അറിയാം, പക്ഷെ അത് സസ്പെൻസാ. അറിയാം പക്ഷെ അറിയില്ല, അങ്ങനെയാണ്. അതുകൊണ്ട് ആ ചോദ്യം ഉണ്ടല്ലോ താനാരാ. Like they know also but they don't know also. ഇതിനകത്ത് സ്നേഹ ചേച്ചി ഒരു പ്രഗ്നന്റ് വുമൺ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലേ ചെയ്യുന്നത്? അപ്പൊ അപ്പോഴും ലൈക് പേരൊന്നും അല്ല. അത് പറയാല്ലേ. ഞാനാണ് അതിന് ഉത്തരവാദി. ഐ മീൻ എന്റെ ക്യാരക്ടർ. നന്ദൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഷൂട്ടും ലൊക്കേഷനും ഒക്കെ എവിടെയായിരുന്നു? പാലയിലായിരുന്നു, രാമപുരത്ത് ഒരു ബംഗ്ലാവിലായിരുന്നു ഷൂട്ട്. ഓക്കെ. അല്ല ചേട്ടൻ ഞാൻ താഴ്ത്തുനിന്ന് വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത്. എന്താ പറ്റിയേ? അത്
അതൊരാളെ ഇടിയഞ്ചത്ത് കണ്ട് ഇറങ്ങി വന്ന ഒരാളെന്നെ കെട്ടിപ്പിടിച്ചതാ. എന്നിട്ട് ഞാനൊരു ഹഗ് മാത്രം പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ പുള്ളി പടം കണ്ട ഒരു എക്സൈറ്റ്മെന്റിലാണ് കെട്ടിപ്പിടിച്ച് ഇറുക്കി ഒരൊറ്റ പൊക്കി. അതാണ് ചിരിക്കുമ്പോ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചു ചിരിക്കുന്നത്. അത് പടം ഷൂട്ടിന്റെ ഇടയിൽ ഫൈറ്റ് ചെയ്യണതിന്റെ ഇടയിൽ ഒരു ഉളുക്ക് ഉണ്ടായിരുന്നു, അത് മാറിയതായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് ഈ ഓർക്കാപ്പുറത്തൊരു കെട്ടിപ്പിടുത്തം വന്നോടുകൂടി അത് പിന്നെയും ട്രിഗറായി. അതെ. അപ്പൊ ചേച്ചി, ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കാണെങ്കിൽ ഇപ്പൊ നമ്മള് ലേഡീസിനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരികയാണ്. അപ്പൊ ഹൂ ആർ യു എന്ന് ചോദിക്കുന്നത് ഒരു ലൈക്ക് ഒരു ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉള്ളൊരു കാര്യമാണോ? ഹൂ ആർ യു? You mean like if will I ask? ഞാൻ അങ്ങനെ എപ്പോഴും ചോദിക്കും. അൺനോൺ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പൊ ഈ ഒരു ടൈറ്റിൽ ശരിക്കും റിലേറ്റഡ് ഞാനൊരു മെസ്സേജ് ചോദിച്ചത്. അപ്പൊ ഈ ടൈറ്റിൽ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ദീപ്തി ചേച്ചിക്കായിരിക്കും അല്ലേ? ഇല്ല, നമ്മൾ എല്ലാവർക്കും റിലേറ്റ് ആവുന്ന ടൈറ്റിൽ ആണ്. പക്ഷെ യെസ്, ഐ ഗെറ്റ് ലോട്ട് ഓഫ് മെസ്സേജസ്. അൺനോൺ നമ്പർ ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചോദിക്കും. ഹൂ ആർ യു? ഓക്കെ സർ, നമ്മൾ ഒരുപാട് ചെറുപ്പത്തിൽ തോന്നുന്നു എന്റെയൊക്കെ ഫേവറേറ്റ് മൂവീസിന്റെ ലിസ്റ്റ് നോക്കിയപ്പം ചതിക്കാത്ത ചന്തു, പാണ്ടിപ്പട, പഞ്ചാബി ഹൗസ് ഒക്കെ നമ്മളെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിരിപ്പിച്ചിട്ടുള്ള മൂവീസാണ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇപ്പം താനാര സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ജനറേഷനിലുള്ള ആക്ടേഴ്സും പിന്നെ ഇപ്പൊ നമ്മുടെ വിഷ്ണു ചേട്ടൻ, ഷൈൻ ചേട്ടൻ ഇവരെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്താ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ ഒരു പ്രത്യേകത അങ്ങനെ വരാറില്ല. ഓരോ കാലഘട്ടം മാറുന്നത് നമ്മളിലൂടെയാണല്ലോ മാറുക, നമ്മളും അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുകയല്ലേ. അപ്പോൾ അതിങ്ങനെ ഭയങ്കര വ്യത്യാസം തോന്നാറില്ല. സെറ്റില് അല്ലാത്ത സമയത്ത് ഉള്ളതില് പണ്ട് ഇങ്ങനെ ഈ കാരവൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അപ്പോൾ കൂടുതൽ അറിയാൻ പറ്റുമായിരുന്നു എല്ലാവരെ കുറിച്ച്. കാരണം കുറേ നേരം സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുമല്ലോ, അങ്ങനെ അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ളൊരു അടുപ്പമില്ല. കാരണം അടുപ്പമുണ്ട്, പക്ഷെ ഇതേപോലെ ഒരുപാട് നേരം സംസാരിക്കാനുള്ള ഒരു കിട്ടാറില്ല പൊതുവെ. പക്ഷെ വിഷ്ണു ആയിട്ട് അങ്ങനെയല്ല. കാരണം ഞാൻ മറ്റേ പഴയ ജനറേഷനിൽ പഴയ ജനറേഷനിൽ എപ്പോഴും അങ്ങനെ പോയി മാറിയിരിക്കില്ല. എപ്പോഴും സംസാരിക്കാനും എന്തെങ്കിലും വീട്ടിൽ തന്നെയായിരുന്നു ഷൂട്ട്. ആരുടെ വീട്ടില്? ബംഗ്ലാവില്. എന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഷൂട്ട്. ഞാൻ എന്റെ തുടക്ക സമയത്ത് ഞാൻ അഭിനയിച്ചിട്ടുള്ള പടം മായാവിയില് സാറിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് ആണ്. അന്ന് തുടങ്ങി അറിയാം. ഓക്കെ. ആരെ മേയ്ക്കാനാ ശരിക്കും എളുപ്പം, അവരെയാണോ ഇവരെയാണോ? എന്ത് പറയണം, സത്യം പറഞ്ഞാൽ മതി. അല്ല എന്താന്ന് വെച്ചാല് ആരും ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇപ്പൊ ഞാൻ എഴുതുന്ന സിനിമയായാലും സംവിധാനം ചെയ്യുന്ന സിനിമയല്ലാതെ ഞാൻ മറ്റു പുതിയ സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ ഉള്ള എന്ന് വെച്ചാൽ ഒരുപാട് പഴയതല്ല, കുറച്ച് മുമ്പുള്ള കാലഘട്ടത്തിലുള്ളതെന്ന് വെച്ചാൽ ഒരു ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയെക്കുറിച്ചായിരിക്കില്ല സംസാരിക്കുന്നത്, വേറെ കാര്യങ്ങളായിരിക്കും പറയാ. എപ്പോഴും എന്തെങ്കിലും തമാശ എവിടെയെങ്കിലും നടന്ന ഒക്കെ ഇഷ്ടമുള്ള കാര്യമൊക്കെ തമാശ പറയാ. ഇപ്പൊ അതല്ല പൊതുവെ. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും ആ സിനിമയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുക. അതാണ് ഞാൻ കണ്ടിരിക്കുന്ന ഒരു വലിയ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇപ്പൊ സാറിന്റെ മൂവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, പണ്ടത്തെ മൂവീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ദിലീപേട്ടനാണ് കൂടുതൽ മൂവീസിലൊക്കെ. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താണ്, നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഒക്കെ എങ്ങനെയാണ്? അല്ല, കൂടുതലും ഇപ്പോൾ ഞാൻ കൂടുതലും എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ജയറാം, ദിലീപ്, പിന്നെ ലാൽ സാർ, ഇങ്ങനെ 3 പേരുടെ ഇതിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ അവരാണ് ഹ്യൂമർ ചെയ്യുന്ന ഹീറോസ്. അതുകൊണ്ട് അവരുടെ കൂടെ അങ്ങനെ കൂടുതൽ പടങ്ങൾ ചെയ്തു. അപ്പം ഇപ്പൊ ഹ്യൂമറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മൂവി ഫുള്ളി ഒരു ഹ്യൂമർ ത്രൂ ഔട്ട് ഒരു കോമഡി മൂവിയാണെന്ന് അറിയാം. ഇപ്പം നമ്മളിപ്പോ കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് കണ്ടന്റ് ദാരിദ്ര്യം, അങ്ങനത്തെ കേൾക്കുന്നില്ല. അപ്പം ആ ഒരു ചേട്ടനത് ഇങ്ങനെ നോക്കണം, കണ്ണുരുട്ടി നോക്കണം ചോദിച്ചത് ശ്രദ്ധിക്കുന്നതാണ്. കംപ്ലീറ്റ് ശ്രദ്ധയുണ്ടെന്നുള്ളതിന്റെ. ഓക്കെ. അപ്പൊ ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഹ്യൂമറിന് ഒട്ടും ക്ഷാമില്ല.
പെട്ടെന്നൊക്കെ നമ്മൾ പറയണത് അപ്പൊ തന്നെ ലൈക്ക് നല്ല റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ നമ്മുടെ ഹ്യൂമർ ലൈക്ക് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യോ വിജയിക്കുമോ എന്നുള്ളതിൽ എന്ത് തോന്നുന്നു? അതല്ല, ഇപ്പൊ ഒരു തമാശക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു തമാശക്ക് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു തോന്നൽ വരുന്നത്. ഒരു കഥയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അത് ആ സീനിൽ വരേണ്ട കാര്യമാണ്. അപ്പോൾ അതൊരു തമാശയായിട്ട് മാത്രമല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ചിന്ത വരാറില്ല. അതേസമയം തമാശക്ക് വേണ്ടി മാത്രം ഒരു സീക്വൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കും. ലാസ്റ്റ് എഡിറ്റിൽ അത് കളയുന്നു. ഓക്കെ, അപ്പൊ വിഷ്ണു ചേട്ടനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ഒരു ഫാമിലി മെമ്പർ പോലെയായി. ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പാണ് ഒരു ഇന്റർവ്യൂ തന്നത്. അതിനുശേഷം നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വന്നു. ഈ ഒരാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഈ ആഴ്ച ഞാൻ മൈൽ സ്റ്റോൺ വീക്ക് എന്ന് അറിയപ്പെട്ടത്. ഇനി പുതിയ വർക്ക്സ് ഏതൊക്കെയാ? അപ്പൊ നമ്മളിപ്പോ ഇടിയൻ ചന്തുവിന്റെ മൂവി പ്രൊമോഷൻ കഴിഞ്ഞു, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പൊ നമ്മുടെ താനാരയുടെ പ്രൊമോഷൻ, ഇനിയിപ്പം പുതിയ പ്രൊജക്ട്സ് ഏതൊക്കെയാ? ഇനിയിപ്പോ വേറെ 2 പടം ഇറങ്ങാനുണ്ട്. ആണോ? ഇപ്പൊ ഒരു പടം ഞാനും ബിബിനും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു പടത്തിന്റെ ഷൂട്ട് കഴിയാനുണ്ട്. മീൻസ് കുറച്ച് സോങ് മാത്രം എടുക്കാനുണ്ട്. ഇനിയിപ്പോ അടുത്ത അതാണ് തുടങ്ങാനുള്ളത്. ആണോ? അപ്പം ക്യാരക്ടറൊക്കെ എങ്ങനെയാ ഇപ്പൊ ചെയ്ത് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന പോലത്തെ ക്യാരക്ടർ ആണോ? അത് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണോ? ഹ്യൂമർ പടാണ്. ഇപ്പൊ എങ്ങനെ അറിയപ്പെടാനാണ് ചേട്ടന് ഇഷ്ടം? ലൈക്ക് ഹ്യൂമർ ചെയ്യുന്ന ഒരാളാണ്, സീരിയസ് ക്യാരക്ടർ ചെയ്യുന്ന ഒരാളായിട്ട് അറിയപ്പെടുന്ന അങ്ങനെ എങ്ങനെ ഇഷ്ടം? അല്ല, എനിക്ക് ആക്ടർ എന്നുള്ള നിലക്ക് അറിയപ്പെടാനാണ്. ആസ് ആൻ ആക്ടർ എങ്ങനെ എല്ലാം ഓക്കെ ഓക്കെ അവരെല്ലാം ചെയ്യൂട്ടോ. എന്നാലും ഏറ്റവും കംഫർട്ടബിൾ, ഏറ്റവും ഇഷ്ടം ഏത് ക്യാരക്ടർ ചെയ്യാനാ? എനിക്കെല്ലാം ഇഷ്ടം. എന്നാലും അങ്ങനെ ഒരെണ്ണത്തിലേക്ക് ഒതുക്കണ്ട തന്നെ. നീ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരൊക്കെ. ഓക്കെ, അപ്പം ദീപ്തി ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് മൂവി നമ്മൾ കാണുന്നത് നീനയിലാണ്. അപ്പൊ നീനയിലാണെങ്കിൽ ഭയങ്കര വേറൊരു ലുക്ക് ആയിരുന്നു, ലൈക്ക് ഒരു ടോംബോയിഷ് ക്യാരക്ടർ ആയിരുന്നു. പിന്നെ നമ്മൾ കണ്ട ക്യാരക്ടേഴ്സ് ഒക്കെ ലൈക്ക് ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് പിന്നെ വന്നത്. ശരിക്കും ചേച്ചിക്ക് ഏത് ക്യാരക്ടർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞല്ലേ, ആസ് എൻ ആക്ടർ നമുക്ക് എല്ലാം ചെയ്യാനാണ് ഇഷ്ടം. യു വാണ്ട് ടു എക്സ്പെരിമെന്റ്, യു വാണ്ട് ടു ഡു ഡിഫറെന്റ് തിങ്സ്. അതാണ്, ദാറ്റ്സ് വൈ വി ബിക്കം ആക്ടേഴ്സ് ആക്ച്വലി. കാരണം നമുക്ക് പല ക്യാരക്ടേഴ്സ്, യുനോ, things like that we want to attempt. അതുകൊണ്ടാണ് നമ്മൾ ആക്ടർ ആവുന്നത്. സോ ഐ വാണ്ട് ടു ഡു ഡിഫറെന്റ് തിങ്സ്. ഓക്കെ, അപ്പൊ അന്നുണ്ടായിരുന്ന ദീപ്തി, ലൈക്ക് ഫസ്റ്റ് നീന ചെയ്തോണ്ടിരുന്നപ്പോ അന്നുള്ള ദീപ്തി ചേച്ചിന്ന് ഇപ്പോഴത്തെ ചേച്ചി നടക്ക് വിളിക്കരുത് കേട്ടോ. നാളെ ദീപ്തിനെ ചേച്ചിന്ന് വിളിച്ചൊരു പെണ്ണിനെ ഇടിച്ചു പുള്ളിക്കാരി. അതെ, അയ്യോ എനിക്ക് 22 ആയിട്ടുള്ളൂ. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ആം വെരി ഓൾഡർ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കൊരു മ്യൂച്വൽ ധാരണ. It's fine, it's fine. You can call me Chechi. It's all right. ഓക്കെ, അപ്പൊ അതിന് തീരുമാനമായി. ഓക്കെ, അപ്പൊ അന്നുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്ത ദീപ്തി ചേച്ചിയിൽ നിന്നും ഇപ്പോഴത്തെ ദീപ്തി ചേച്ചിയിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്? അന്ന് എനിക്ക് അഫ്കോഴ്സ് എനിക്ക് ഒരുപാട് I had a lot of passion. ഇപ്പം തന്നെ ഉണ്ട്. പക്ഷെ ഐ തിങ്ക് ഇപ്പോൾ ആസ് യു വർക്ക് മോർ നമുക്ക് കൂടുതൽ മനസ്സിലാവും എങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് നോക്കുന്നത്, എങ്ങനെ ക്യാരക്ടർ നോക്കുന്നത്. പിന്നെ ആ സമയത്ത് എൻ്റെ മലയാളം ഇത്ര നല്ല ഇല്ലായിരുന്നു. ഇപ്പൊ ബെറ്റർ ആയിരുന്നു, ഇപ്പൊ ബെറ്റർ ആയി. വളരെ ബെറ്ററായി. ഞാനും വന്നപ്പോ തന്നെ കണ്ടപ്പോ ചോദിച്ചു എപ്പോ വന്നു എന്ന് ചോദിച്ചപ്പോ ഞാൻ മറ്റന്നാൾ വന്നു. സീരിയസ് ആയിട്ട് ഒരു ആൻസർ തരുന്നുണ്ട്. ചിലപ്പോ എനിക്ക് ചിലപ്പം ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് വരും, പക്ഷെ ബെറ്റർ ആണ്. ഇപ്പൊ ബെറ്റർ ആണല്ലോ. അതെ, ഷൂട്ടിന് വന്നപ്പോ ചോദിച്ചപ്പോ ഞാൻ 1 മാസം മുമ്പ് വന്നു, 1 മാസം കഴിഞ്ഞിട്ട് വന്നു എന്നാ പറഞ്ഞത്. ഇപ്പൊ ഒരു പ്രോഗ്രസ് ഉണ്ട് ബേസിക്കലി ഫ്രം നീന ടു ശ്രദ്ധ. നല്ല വ്യത്യാസമുണ്ട്. കാരണം ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ആകെ 2-3 പ്രാവശ്യം വന്നിട്ടുള്ളൂ ലൊക്കേഷൻ. പക്ഷെ അപ്പോ ഉള്ള മലയാളത്തിനേക്കാളും
വളരെ ഒരുപാട് ബെറ്റർ ആയിട്ട് എങ്ങനെ മലയാളം ഇമ്പ്രൂവ് ചെയ്തേ? ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ പഠിച്ചു? സി നമ്മളിപ്പോ കേരള വന്നപ്പോൾ എല്ലാവരുടെ എന്താ പറയാ കൂടെ നമ്മൾ സംസാരിച്ച് നമ്മുടെ മലയാളം ബെറ്റർ ആവും. പക്ഷെ ഡെഫിനറ്റ്ലി എൻ്റെ പ്രൊനൗൺസിയേഷൻ ഇത്ര എന്താ പറയാ ക്ലിയർ അല്ല. ബട്ട് ഹോപ്പ്ഫുള്ളി ഞാൻ ശ്രമിക്കുകയാണ്. എന്റെ മലയാളം ഞാൻ ഒരുപാട് ശ്രമിക്കുകയാണ്. ഐ എം എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. സോ നെക്സ്റ്റ് ടൈം റാഫി സർ അതും കൂടി മലയാളത്തിൽ പറ. ഐ എം എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. ഞാൻ കഠിനാധ്വാനിയായ ചെറുപ്പക്കാരിയാണ്. എന്താ? ഞാൻ കഠിനാധ്വാനിയായ ചെറുപ്പക്കാരിയാണ്. സൂപ്പർ. മനസ്സിലായില്ല എങ്ങനെ മലയാളം പഠിച്ചത്? ഇപ്പൊ മനസ്സിലായില്ലേ? ഫുൾ ടൈം ട്യൂഷൻ ഫുൾ ടൈം ചേട്ടൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സെറ്റിൽ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ എപ്പോഴും നോർമൽ സംസാരിക്കുമ്പോൾ ആണെങ്കിൽ ഹി ഈസ് ഓൾവേസ് ഹെൽപ്പിംഗ് മീ. വീട്ടിൽ പോയാൽ പോലും ഫോൺ ചെയ്തു വോയിസ് നോട്ട് ഇട്ടിട്ട് അങ്ങനെ കൊച്ചു മലയാളം പഠിച്ചു. എങ്ങനെങ്കിലും ഞാൻ പഠിച്ചു. റാഫിസാറൊക്കെ എന്തെങ്കിലും ചോദിച്ചു വിളിച്ചാ സാർ തിരക്കില്ല. അതിനൊപ്പം തന്നെ പോയിട്ട് തന്നെ വിളിക്കുന്നത്. കണ്ടോ എത്ര ഹെൽപ്ഫുൾ ഉള്ള കോസ്റ്റാർ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ എങ്ങനെ മലയാളം എങ്ങനെ ഞാൻ പഠിക്കുന്നില്ല. എന്റെ മലയാളവും കുറച്ച് അങ്ങനെ ആയി തുണി. പക്ഷെ ഭയങ്കര പാടാണ് മലയാളം പഠിക്കാനായിട്ട്. ഇത്രയും നാളുകൊണ്ട് ഇത്രയും പറയുമ്പോഴേ കാരണം ഏറ്റവും കൂടുതൽ അല്ലെ സ്വരാക്ഷരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമല്ലോ. വലിയ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. ഏറ്റവും പാട് മലയാളത്തിലാന്ന് പറയുമായിരുന്നു. അപ്പോഴാണ് ഞാൻ തെലുങ്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയും. ഞാൻ തെലുങ്ക് is still easy. ചേച്ചി അന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മലയാളം പഠിച്ചല്ലോ, നമ്മുടെ മലയാള അക്ഷരമാല ഒന്ന് പറയൂ. അക്ഷരമാല ആൽഫബറ്റ് മനസ്സിലായി. കച്ചടത്തപ്പയൊക്കെ അറിയോ? ഇല്ല എനിക്ക് ഞാൻ മിനിഞ്ഞാന്ന് പഠിപ്പിച്ചില്ലേ. പക്ഷെ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ലല്ലോ. എന്നാലും ട്രൈ ചെയ്യ്. ഐ ഡോണ്ട് നോ അക്ഷരം അത്രയില്ല. അതൊക്കെ അറിയോ? എടോ അങ്ങനെ ആരെങ്കിലും പഠിക്കൂ മലയാളം? ഞാനെങ്ങനെയാ പഠിച്ചേ? അത് മലയാളിയല്ലേ? ഇത് ബോംബെയില് പോണ പ്രോഗ്രാമാണ്. അങ്ങനെ ഒരാൾ ഇവിടെ വരുമ്പോഴത്തേക്കും സംസാരിക്കാനുള്ളതല്ലേ, അത്ര എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അക്ഷരമാലയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെ. സ്പോക്കൺ മലയാളം എനിക്കറിയാം, പക്ഷെ വായിക്കാൻ റൈറ്റിംഗ് എനിക്ക് അറിയില്ല. ആണോ? എന്നാ ചേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. നമുക്ക് ചേച്ചിനെ കൊണ്ട് അക്ഷരമാല ഒന്ന് പറയിപ്പിക്കാം. ഞാനത് പഠിച്ചിട്ട് ഞാനാദ്യം പഠിക്കട്ടെ. അല്ലല്ല, ട്രൈ ചെയ്ത് നോക്ക്. എന്താണ് അക്ഷരമാല മോളെന്ന് പറഞ്ഞ? ആ ആ ഇ ഈ ഉ ഊ എറു എ എ ഐ ഒ ഔ അം ആ. ഇത് ഹിന്ദി ആണല്ലോ. ഇത് മലയാളത്തിന് പറഞ്ഞാൽ മനസ്സിലാവൂല. പറഞ്ഞു കേട്ടോ മലയാളം. അക്ഷരം പറയാൻ ഞാൻ അ ആ ഇ ഈ ഉ ഊ എ അം എ ഐ ഒ അം. അത് മലയാളികൾക്ക് മാത്രം ഒരു സാധനമുണ്ട്, റു. അഹ റൈറ്റ്. മലയാളത്തിനേക്കാളും ഭംഗിയായിട്ട് പറഞ്ഞു. മലയാളത്തിനേക്കാളും ഭംഗിയായിട്ട് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഹിന്ദിയിൽ റു ഇല്ലല്ലേ? റു ഇല്ല. ഉറപ്പാണോ? റോ ഇസ് ദേർ ബട്ട് ഇറ്റ്സ് നോട്ട് റു. ഹിന്ദിയിൽ ഇല്ലെന്ന് ഉറപ്പാണെങ്കിൽ ഇന്നുപോലെ ആഡ് ചെയ്തു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയി. എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയില്ല. അത് ഞങ്ങൾക്ക് തുടക്കത്തിലേ മനസ്സിലായാറുണ്ട്. ഓക്കെ സാർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം സാർ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കണ്ടില്ല, റാഫി മെക്കാട്ടിൻ, ആ ഒരു കൊളാബറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തതൊക്കെ? ഞങ്ങള് മിമിക്രിക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ അന്ന് പോലെ അപ്പോൾ സ്കിറ്റ് ഉണ്ടാക്കലായിരുന്നു ഞങ്ങൾ കൂടുതലും. പെർഫോം ചെയ്യുന്നത് മെയിനായിട്ട് വേറെ 2-3 ആളുകൾ ഞങ്ങൾ ഒരു സപ്പോർട്ടിങ് ആയിട്ട് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സ്കിറ്റ് എഴുതി വന്നു. പിന്നീട് വീഡിയോ സിനിമകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ സിദ്ദീഖ് ലാലിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. സിനിമയിൽ വന്നു. പിന്നെ സിനിമയിലോട്ട് വന്നു.
അങ്ങനെ അപ്പൊ നമ്മൾ ഇവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു സാർ നല്ല കഥകൾ പറഞ്ഞിരിക്കും, സാറിന്റെ കഥ കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണെന്നൊക്കെ. അപ്പം നമുക്കൊക്കെ ഇപ്പം എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് മൂവി എന്ന് പറഞ്ഞാൽ തെങ്കാശി പട്ടണാണ്. എന്താ സോറി, എന്താ ഇല്ല, എനിക്ക് റാഫി സാറിന്റെ കുറെ അങ്ങനെ ഇൻസിഡൻസസ് ഓർമ്മ വരുന്നുണ്ട്. എന്നാ ഓർമ്മ വന്നൊരു ഇൻസിഡന്റ് പറഞ്ഞു കേക്കട്ടെ. See, Rafi sir has a very nice way of saying story, incidences എല്ലാം. Like for example, ഇപ്പൊ തന്നെ പറഞ്ഞു ദീപ്തിയുടെ മലയാളം നല്ലതാണ്. I asked, പിന്നെ മറ്റന്നാൾ പറഞ്ഞു. So I was just thinking of that also. ഒരു ആഫ്റ്റർ തോട്ട് ഉണ്ടായിരുന്നു അതില്. Sorry, I disturbed you. ഇല്ലില്ല, അത് കുഴപ്പമില്ല, പറയൂ. ഓക്കെ, അപ്പം നമ്മുടെ തെങ്കാശിപ്പട്ടണാണ് എൻ്റെ പേഴ്സണൽ ഏറ്റവും ഫേവറേറ്റ് മൂവി. അപ്പൊ ആ സെറ്റിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഫണ്ണി ഇൻസിഡൻസോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? കുറച്ച് മുമ്പുള്ളൊരു ഇന്റർവ്യൂല് വിഷ്ണു ഇങ്ങനെ പറയണ്ടായിരുന്നു. വിഷ്ണുവിന്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാറുള്ള ഇന്റർവ്യൂല്. അപ്പൊ വിഷ്ണു പറഞ്ഞു ലൊക്കേഷൻ സംഭവിച്ച 3 രസകരമായ ഇപ്പൊ അത് പറഞ്ഞ് ഞാൻ കേട്ടോണ്ടിരിക്കും. സോറി. ഒരു കാര്യം ഞാൻ മറക്കാത്തൊരു കാര്യം, പട്ടണത്തില് അതില് അന്ന് ഡിജിറ്റൽ ക്യാമറ ആയിട്ടില്ല, ഫിലിമ. അപ്പോൾ ഈ ഫിലിമിൽ നമുക്ക് ഈ ഡയറക്ടറുടെ ഉത്തരവാദിത്തമാണ്. ഇത്ര റോൾ ഫിലിമാണ് പ്രൊഡ്യൂസർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ബഡ്ജറ്റൊക്കെ പറയുമ്പോൾ എത്ര റോൾ ഫിലിം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും ഫിലിമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് തീർന്നു, അതിനുള്ളിൽ സിനിമ തീർക്കണം. അപ്പം ഈ അതിൽ ഗോലുമാല എന്ന് പറഞ്ഞിട്ട് സോങ്, ആ സോങ്ങിൽ 6 പേരുടെ ഡാൻസാണ്. അത് സുരേഷ് ഏട്ടൻ, ലാലേട്ടൻ, ദിലീപ്, കാവ്യ, സംയുക്ത, ഗീതു, ഈ 6 പേരുണ്ട്. പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സ് അവരുണ്ട്, കുറെ ഡാൻസേഴ്സ് ഉണ്ട്, കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ എല്ലാം ലെങ്തി ഷോട്ട്. അപ്പോൾ പ്രസന്ന ഡാൻസ് മാസ്റ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അയാളുടെ തുടക്കത്തിൽ 2ാമത്തെ പാട്ടാണ്. വളരെ വലിയ ഷോട്ടുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വന്നു കുറേ നേരമുണ്ട്. അപ്പോൾ ഇത് എങ്ങാനും ഓക്കെ അല്ലെങ്കിൽ അത്രയും ഫിലിം പോകും, കുറേ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഓരോ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് റിഹേഴ്സൽ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുക മൈക്കിൽ കൂടി, ഷോട്ട് ആണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യരുത്, ഇപ്പോൾ ഒന്ന് ചോദിച്ചേക്കണം. ഇപ്പോൾ കാവ്യ കൈപൊക്കി, എന്താ മോളെ എന്ന് വെച്ചാൽ ഈ എനിക്കൊരു ഡൗട്ടുണ്ട്. ചോദിച്ചാൽ എന്താണ്, എറണാകുളവും കൊച്ചിയും ഒന്നാണോ അതോ 2ആണോ? അല്ല, ഈ എറണാകുളം കൊച്ചി 1 2 ഞാൻ കുറേ നാളായിട്ടുള്ള ഒരു ഡൗട്ടാണ്. കാരണം എന്താ വെച്ചാൽ കാവ്യക്ക് ഡാൻസ് ആ മൂവ്മെന്റ്സിനെ കുറിച്ച് ഡൗട്ട് ഇല്ല, കാരണം നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഇതില്ല. അപ്പൊ പെട്ടെന്ന് ഡൗട്ട് വന്നപ്പോ ഇത് ആലോചിച്ചില്ല. അന്ന് മൊത്തം ലൊക്കേഷനിൽ എല്ലാവരും ഇങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാം. കാരണം നമ്മളിപ്പോ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിരുന്ന ഒരു ബോറാവില്ല. അപ്പൊ ഒരു ചെറിയൊരു സെഗ്മെന്റ് പോരില്ല. ഇല്ല, ഇത് ജസ്റ്റ് ഫൺ സംഭവങ്ങളാ. നിങ്ങൾക്ക് പിള്ളേർക്കുള്ള. അതെ, ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മളിങ്ങനെ പറഞ്ഞ് പോയാൽ മതി. ഓക്കെ, ഫസ്റ്റ് വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് ഡ്രീം കാർ. ഒരു കാറിലേക്ക് നമ്മൾ നിർത്തേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം ഒന്നിൽ ഒതുക്കണ ശീലല്ല അല്ലേ? എല്ലാം വേണം. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു കാറൊന്നുമില്ല, കുറെ കാറുകൾ ഇഷ്ടമാണ്. റേഞ്ച് റോവർ. ഏത് സീരീസാ? സ്പോർട്ട്. ഓക്കെ, ഇനി ചേച്ചിയുടെ അടുത്ത് വിയർഡസ്റ്റ് ഹാബിറ്റ്. സ്മോക്കിംഗ് ഇതൊക്കെ ഇപ്പൊ നോർമലായില്ലേ? അല്ലാണ്ടല്ലേ? ഓക്കെ, ശരി, മനസ്സിലായി. വിയർഡസ്റ്റ് ഹാബിറ്റ് നഖം കടിച്ചിട്ട് അത് സൂക്ഷിച്ചു വെക്കുക, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വിയേർഡ് ഹാബിറ്റ്സ് ഇല്ല. പക്ഷേ എൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ട്. ലൈക്ക് എൻ്റെ പേഴ്സണൽ ഞാൻ എപ്പോഴും ഡെറ്റോൾ ഹാൻഡ് വാഷ് എനിക്ക് OCD ഉണ്ട് ബേസിക്കലി. സോ ഐ എം ഓൾവേസ് വിത്ത് ഡെറ്റോൾ ഹാൻഡ് വാഷ് എപ്പോഴും. ആൻഡ് ഡെറ്റോൾ ഹാൻഡ് വാഷിൽ വൈറ്റ് വേണ്ട, സെൻസിറ്റീവ് വേണ്ട, നോർമൽ യെല്ലോ കളർ ഡെറ്റോൾ ഹാൻഡ് വാഷ് മതി.
That all should hire me as their ambassador, I feel. അത്രേ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി സാറിന്റെ അടുത്ത് മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ക്വസ്റ്റ്യൻ. വിഷ്ണു ചേട്ടൻ പറഞ്ഞത് പറയരുത് കേട്ടോ. മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എങ്ങനെ അപ്പൊ പടമൊന്നുമില്ലേ? Yes, that is the most irritating question. അതാണ് പേഴ്സണല്ലേ ചോദിച്ചേ? ആ, പേഴ്സണാണ് ചോദിച്ചത്. പേഴ്സണാ ഇറിറ്റേറ്റിംഗ് ക്വസ്റ്റ്യൻ. ഏ? ക്വസ്റ്റ്യൻ ഇറിറ്റേറ്റിംഗ്. ക്വസ്റ്റ്യനാണ്. ആ. ഓ, അത് അതാണ് ചോദ്യം കേട്ടപ്പോ തന്നെ എന്നെ നോക്കി. അതെന്നെ പറഞ്ഞത് മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോ എങ്ങനെ പറയാ? അപ്പൊ ഞാൻ സാർ പറഞ്ഞു വരുന്നത് ഏറ്റവും ഇറിറ്റേറ്റിംഗ് പേഴ്സൺ വിഷ്ണു ചേട്ടൻ എന്നാണ് പറയുന്നത്. അടുത്തല് അല്ല, അപ്പൊ ശരിക്കും ഇറിറ്റേറ്റിംഗ് ക്വസ്റ്റ്യൻ ഏതാ? അങ്ങനെ കൊറേ ഉണ്ട് അല്ലേ? എന്നാലും ഒരെണ്ണം. ഈ സെയിം ക്വസ്റ്റ്യൻ 3-4 തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ്. അതാണ് ഇറിറ്റേറ്റിംഗ്. അതെനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? ചെറിയൊരു സംശയം. ട്രാവൽ ബഡി. ട്രാവൽ ബഡി. മൈ വൈഫ്. വൈഫ്. ഓക്കെ. ചേച്ചി ഫേവറേറ്റ് ഇമോജി? റോളിംഗ് ഐസ്. ഇങ്ങനെ ഇരിക്കണതാ? യാ, റോളിംഗ് ഐസ് ഇമോജി. ഓക്കെ ഓക്കെ ഓക്കെ. അതാ എനിക്ക് മനസ്സിലായില്ല, എന്നാലും ഞാൻ മനസ്സിലായ പോലെ ഇരിക്കാം. ഓക്കെ. ഞാൻ കാണിച്ചിട്ട്. ചെയ്ത് കാണിച്ചിട്ടുണ്ട്. I showed you, no, rolling eyes. ഓക്കെ. ഫേവറേറ്റ് ബുക്ക്? വായിച്ചതിൽ ഏറ്റവും? മുത്തശ്ശിപ്പി. കുറെ ബുക്കുകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ചെയ്തതിൽ വരുന്നത് MT സാറിന്റെ നോവലുകളാണ്. ആണ്, അതാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ. എന്നാലും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവൽ ഏതായിരിക്കും? അതിങ്ങനെ ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതാണ് രണ്ടാം മുഴം. രണ്ടാം മുഴം. ഓക്കെ. ചേട്ടാ, വേഴ്സ്റ്റ് സബ്ജക്ട്, ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്ട്? അടുത്ത ഫണ്ണി സെഗ്മെന്റ്സ്. സബ്ജക്റ്റോ? Means അല്ല, school പഠിച്ചാണോ? subject School അല്ലേ? പഠിക്കുന്ന Math, subject, science, chemistry അങ്ങനെ. സ്റ്റാറ്റിസ്റ്റിക്സ്. അല്ല, അതെന്താ നേരത്തെ ഫണ്ണി സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞത്? അപ്പൊ എന്റെ സെഗ്മെന്റ് ഇഷ്ടായില്ല. ഇങ്ങനെ പറയാതെ ഏതാണ് ഏറ്റവും ഇഷ്ടമല്ലാത്ത സബ്ജക്ട്? അങ്ങനെയല്ല, Statistics. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്റെ ഓർമ്മയിൽ എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഹിന്ദി ഇത് ഇഷ്ടമാണോ? വേണ്ടാന്ന് തോന്നിയത്. ഹിന്ദി ഇഷ്ടമാണ്. ഹിന്ദിക്ക് എനിക്ക് നല്ല മാർക്കായിരുന്നു. ആണോ? हम लोग हिंदी में ही बात करते हैं ना. हाँ. ട്യൂഷൻ ഹിന്ദിയിലാണോ? ഇവിടെ കുറച്ച് മലയാളം പഠിപ്പിക്കുന്നു, അവിടുത്തെ കുറച്ച് ഹിന്ദി പഠിപ്പിക്കുന്നു. अच्छा. अच्छा. ഓക്കെ ചേച്ചി, ഫസ്റ്റ് ക്രഷ്? First crush, I think Hrithik Roshan. Yeah. കട്ടപ്പനയില് അതെ. ഞാൻ അറിഞ്ഞില്ല. ഓക്കെ. ചിരിക്കണുണ്ട്. You know what? I know you are Hrithik. Of course. എനിക്കറിയാം. ശരിക്കും ഏത് ഋത്തിക് റോഷനാ? കട്ടപ്പനുണ്ട്. ഞങ്ങൾ പറയണ്ടേ? സർ, ഫേവറേറ്റ് ഡിഷ്? എന്താണ് എനിക്ക് ഞാൻ അധികം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എനിക്ക്. അയ്യോ, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു സാറിന്. മട്ടൻ ബിരിയാണി. പായസം. പായസം. പായസമാണ് ഏറ്റവും. ഏത് പായസം ഏറ്റവും ഇഷ്ടം? പാൽ പായസം. പാൽ പായസം. അതെങ്ങനെ അറിയാം? എനിക്കറിയാം. പുള്ളിക്കാരിക്ക് അറിയണോ ഒരു പായസം? ഇല്ല, വേറെ ഏതൊക്കെ പരിപ്പ് പായസം? പായസമുണ്ട്. ഡൗട്ട് എന്താ അറിയോ? എനിക്കറിയാം. വെറുതെ അറിയാം എനിക്ക് പായസം ഇഷ്ടമാണെന്ന്. അതുവരെ ഈ കൊച്ചിനറിയാം. ഫസ്റ്റ് ക്രഷ് മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുന്നു. അന്നേ സംസാരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലേ? അതിന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ആ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? अरे ഒരുപാട് बहुत सारा नहीं बोल सकते अब इधर വേണ്ട വേണ്ട എല്ലാം പറയല്ലേ ബീച്ച് മേ बीच में ओके ओके डन डन ശ്രദ്ധിച്ചോട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ മൂവി August 9th അല്ലേ? അതെ. അപ്പം അടിപൊളിയാവട്ടെ, റിലീസൊക്കെ സെറ്റാക്കി സക്സസ് സെലിബ്രേഷൻ ഒക്കെ വെക്കണം. Yes. വിളിക്കണം കേട്ടാ. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ഒരുപാട് നന്ദി.